ഒരു പുസ്തകം പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ കാലഘട്ടത്തോട് എത്രമാത്രം ഇണങ്ങുന്നതാണ് ആ രചന എന്നും ഈ അവലംബിച്ച ഇതിവൃത്തത്തെ എത്രമാത്രം നാടകീയമായി പരിചരിക്കാൻ ഗ്രന്ഥകർത്താവിനായിട്ടുണ്ട് എന്നും അതിലവലംബിച്ച കാവ്യാത്മക തന്ത്രങ്ങൾ എത്രമാത്രം മഹത്താണെന്നും കഥാപാത്ര നിർമ്മിതി അവരുടെ സംഭാഷണത്തിലൂടെ ഏതളവിൽ പ്രകാശിക്കപ്പെടുന്നു തുടങ്ങി അനവധി മൂലകങ്ങളെ അടിസ്ഥാനമാക്കിയാകണം ഒരു ഗ്രന്ഥം ഇവിടെ വിശകലനം ചെയ്യപ്പെടേണ്ടത് എന്നറിയായികയല്ല. അതിനുപരി രചിക്കപ്പെട്ടത് ഒരു ആട്ടക്കഥയാണ്. ആട്ടക്കഥ എന്ന് പറയുമ്പോൾ അതൊരു കേവല സാഹിത്യമല്ല, അതിൻ്റെ പ്രയുക്തത അല്ലെങ്കിൽ പ്രയോജന ദക്ഷത തന്നെയാണ് ആട്ടക്കഥയുടെ മൂല്യത്തെ നിർണയിക്കുന്നതിന് ഏറ്റവും പ്രധാനമായ അളവുകോലാകുന്നത് എന്ന് നമുക്കറിയാം. ആ അർത്ഥത്തിൽ ആട്ടക്കഥ എന്ന രീതിയിൽ ഈ പുതിയ കഥ എത്രമാത്രം സംഗതമാണ്, എത്രമാത്രം മഹത്തായതാണ് എന്ന് ഒന്ന് വിശദീകരിക്കാൻ മാത്രമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ ശ്രമിക്കുന്നത്. ഇതിവൃത്തം ശ്രീധരൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ദിവ്യാവതാന എന്ന ബുദ്ധകഥാസമാഹാരത്തിൽ നിന്ന് ആശാൻ അവലംബിച്ച ചണ്ഡാല ഭിക്ഷുക്ക് വേണ്ടി അവലംബിച്ച ആ കഥാഖണ്ഡത്തെ അതല്പം കൂടി കാലം പുറകോട്ടും അല്പം മുന്നോട്ടുമൊക്കെ സഞ്ചരിച്ചുകൊണ്ടാണ് ഒരു ഇതിവൃത്ത ഘടന ശ്രീചിത്രൻ ഈ കഥ മാതങ്കി ചരിത്രത്തിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത്. ചാമരനായകന്റെ കിടാത്തിയായ മാതങ്കി ഭിക്ഷുണി മാർഗം സ്വീകരിച്ചതിന് ശേഷം ജേതവന വിഹാരത്തിൽ എത്തിയതിനും തുടർന്ന് ബ്രാഹ്മണർക്കിടയിലുണ്ടാകുന്ന മുറുമുറുപ്പോടെയാണ് കഥ ആരംഭിക്കുന്നത്. ശ്രാവസ്തിയിലെ രാജാവിൻ്റെ അടുത്തേക്ക് ബ്രാഹ്മണർ സങ്കടം പറയാൻ വേണ്ടി പോവുകയാണ്. ആപദംഭൻ എന്നു പേരായ ഒരു കഥാപാത്രം ഇവിടെയുണ്ട്. കൽപ്പസൂത്രകാരനായ ആപസ്തംഭൻ്റെയും ബോധായനൻ്റെയും അതുപോലെ വൃദ്ധ ഗൗതമൻ്റെയും ഒക്കെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് ആപദംഭൻ എന്നൊരു കഥാപാത്രത്തെ ശ്രീചിത്രൻ വിഭാവനം ചെയ്തത്, ഈ കഥയിൽ ഉൾപ്പെടുത്തിയത്. ഈ ബ്രാഹ്മണർ സങ്കടം പറയാൻ വേണ്ടി പോകുന്ന വഴിക്ക് രാജാവിനെ കാണാൻ തീരുമാനിക്കുന്നു. രാജാവിനോട് പറഞ്ഞപ്പോൾ ധർമ്മമാർഗം വെടിഞ്ഞ ഒന്നും തന്നെ ബുദ്ധൻ ചെയ്യില്ല എന്ന് അവരെ സമാധാനിപ്പിക്കാൻ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ബുദ്ധനെക്കുറിച്ച് മറ്റൊരു വിചാരം അരുത് എന്ന് രാജാവിൻ്റെ പത്നിയായ മല്ലിക ഈ മന്ത്രിയെ വിളിച്ച് ഉപദേശിക്കുന്നു. നേരിട്ടൊന്ന് കാണാൻ മന്ത്രി മുഖാന്തരം സന്ദർഭം സിദ്ധിക്കുന്നു. മന്ത്രിയുമായി ശ്രീബുദ്ധൻ ഒരു സംവാദം അല്ലെങ്കിൽ നേരിട്ട് രാജാവുമായി ഒരു സംഭാഷണം കഴിഞ്ഞു. ലളിതമാണ്, സങ്കീർണമായ കഥാഘടനയോട് കൂടിയ ഉള്ളടക്കമുണ്ട് എന്നൊക്കെ തോന്നുമെങ്കിൽ പോലും കേവലം ലളിതമായ ഒരു കഥാഖ്യാന രീതി ഇവിടെ അവലംബിച്ചിട്ടുണ്ട് എന്നതാണ് ആട്ടക്കഥയാവാനുള്ള ഒന്നാമത്തെ പരീക്ഷ അല്ലെങ്കിൽ ശ്രീചിത്രൻ ജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം. ലളിതമായിരിക്കണം. കഥകളിയിലെ കഥ സങ്കീർണമാകുമ്പോൾ പിന്നെ കളി അപ്രധാനമായി പോകും. കളിയാണ് പ്രധാനം. കഥ താരതമ്യേന ലളിതമാവുക, പറ്റുമെങ്കിൽ പ്രേക്ഷകർക്ക് മുൻകൂട്ടി അറിയുന്ന കഥ കൂടിയാണെങ്കിൽ ഈ ആവിഷ്കാരം കുറെ കൂടി സുഗമമാവും, ലളിതമാവും. ആവിഷ്കാരത്തിൻ്റെ സൂക്ഷ്മ സുഭകഥകളിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കാൻ പ്രയോക്താവിന് സാധിക്കുകയും ചെയ്യും. ലളിതമായ കഥ എന്ന് പറഞ്ഞു. ആപദംഭൻ ഒരു കത്തിവേഷമാണ്. വേഷവൈവിധ്യത്തിൻ്റെ കാര്യത്തിലൊക്കെയും ഒരു ആട്ടക്കഥ അനുവർത്തിക്കേണ്ട കുറേ ശീലഗുണങ്ങളെയും അതേപോലെ അതിൻ്റെ ചില കീഴ്വഴക്കങ്ങളെയൊക്കെ വൃത്തിയായി ഈ കഥ പിൻപറ്റുന്നുണ്ട്, പലപ്പോഴും ഉല്ലംഘിക്കുന്നുമുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഒരു തിരനോക്ക് കഴിഞ്ഞ് ഒരാട്ടമാണ് ആരംഭിക്കുന്നത്. അത്ഭുതം തോന്നുന്നത് മർമ്മതാളത്തിലാണ് അവിടെ ആട്ടം നിബന്ധിച്ചിട്ടുള്ളത്. ഇപ്പൊ കഥകളി വേഷം കൈകാര്യം ചെയ്യുന്ന ഒരു നടനെ സംബന്ധിച്ചറിയാം, ത്രിപുടയാണെങ്കിൽ പോലും ചെമ്പട പോലെ മുദ്ര കാണിച്ച് എത്തിക്കാനാവില്ല. ഓരോ മുദ്രയുടെയും നീളത്തെ ഈ താളത്തിൻ്റെ മാത്രകളുടെ ദൈർഘ്യത്തിലേക്ക് ക്ലിപ്തപ്പെടുത്തി ആവിഷ്കരിക്കുക എന്നത് ഒരു നടനെ സംബന്ധിച്ച് വെല്ലുവിളിയാകുമ്പോൾ കുറെ കൂടി
ക്ലിഷ്ടമായ ഒരു താളത്തിൽ ഇവിടെ ആട്ടം നിബന്ധിച്ചിരിക്കുന്നു എന്നതൊരു പക്ഷേ ഒരു കൂട്ടിച്ചേർക്കലാണ്. ഈ മർമ്മം പോലെയുള്ള താളങ്ങൾ ഒന്നും കഥകളിക്ക് അതിനു മുമ്പ് പരിചയമുള്ളതല്ല. കേരളീയ താളങ്ങളാണെങ്കിൽ തന്നെ നമ്പ്യാരൊഴികെ മറ്റാരും പണ്ടുകാലത്ത് ഉപയോഗിച്ചിട്ടില്ലാത്ത ഇത്തരം താളവൈവിധ്യങ്ങളെ സമർഹവും സമർത്ഥവുമായ രീതിയിൽ ഈ ആട്ടക്കഥയുടെ ശരീരത്തിലേക്ക് ഇണക്കി ചേർക്കാൻ ശ്രദ്ധ കാണിച്ചിട്ടുണ്ട് ചിത്രൻ എന്നത് അഭിനന്ദിക്കപ്പെടേണ്ട ആദ്യ ഘടകമാണ്. ചരിത്രത്തെയാണ് അവലംബിക്കുന്നത്. ഇപ്പോൾ അതിൽ ഈ ആപദംഭന്റെ കഥ പറഞ്ഞ കൂട്ടത്തിൽ മനുസ്മൃതിയൊന്നും വരുന്നില്ല. മനുവിൻ്റെ കാലം ഈ കഥയ്ക്ക് ശേഷമാണ് എന്ന ഒരു വിശ്വാസത്തെ അടിസ്ഥാനമാക്കി ഒരു ചരിത്ര ഗ്രന്ഥത്തെ ആകില്ല. നിരവധി ഇതിൻ്റെ ഗ്രന്ഥസൂചി എന്ന രീതിയിൽ പുസ്തകത്തിൻ്റെ അവസാനം കൊടുത്ത ആ ഗ്രന്ഥങ്ങളുടെ ഒരു പരപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും എന്തെല്ലാം ഗ്രന്ഥങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഈ ഇതിവൃത്തത്തിന് ആവശ്യമായ വിഭവങ്ങളെ അദ്ദേഹം ചിത്രൻ ഇവിടെ സമാഹരിച്ചെടുത്തത് എന്ന്. ഇവിടെ ഈ വർണ്ണധർമ്മ ഈ ചാതുർവർണ്ണ്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം പാലിക്കണം എന്ന വിശ്വാസ പ്രമാണം മുറുകെ പിടിക്കുന്നതിൻ്റെ പ്രതിനിധിയായിട്ട് ഒരാപദംഭൻ വരുമ്പോൾ അദ്ദേഹം പറയുന്ന ഘടകങ്ങളൊക്കെ അതെ ഈ രാമൻ്റെ കഥയ്ക്ക് ശേഷം നടക്കുന്ന കഥ എന്ന രീതിയിലാണ്. ശ്രീരാമൻ ഒരു ശംഭൂകനെ വധിച്ച കഥ ഓർമ്മയില്ലേ എന്ന് ബ്രാഹ്മണർ രാജാവിനോട് ചോദിക്കുന്ന ഒരു മുഹൂർത്തം ഇതിനകത്തുണ്ട്. കൃത്യമായി ചരിത്രത്തിൽ ഈ പ്രസേനജിത്ത് എന്ന രാജാവിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്താൻ വേണ്ടി തന്നെയാകണം ഈ ശംഭൂക കഥ അവിടെ പരാമർശ വിഷയമായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഒരു സംശയം നമുക്ക് തോന്നും. ഇപ്പം ഈ പ്രസേനജിത്ത് എന്ന രാജാവ് രഘുവംശത്തിൽ കാളിദാസൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ രാമന്റെ വംശപരമ്പരയിൽ രഘുവിന് ശേഷം ഒരു പ്രസേനജിത്തില്ല. പുരാണിക് എൻസൈക്ലോപീഡിയ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇവർക്കൊക്കെ വളരെ മുമ്പ്, അതായത് ഭഗീരഥൻ്റെയും ഹരിശ്ചന്ദ്രൻ്റെയും ഒക്കെ മുമ്പ്, സകരനും ഒക്കെ മുമ്പ് ഒരു പ്രസേനജിത്ത് മാത്രമേ ഇക്ഷ്വാകു വംശജനായി പുരാണിക് എൻസൈക്ലോപീഡിയയിൽ നമുക്ക് കണ്ടെടുത്താനായി എന്ന് വരുള്ളൂ. ഇപ്പം ആ ചരിത്രത്തിൽ രഘുവംശം എന്നുള്ളതൊരു കാവ്യം മാത്രമാണ്. കാളിദാസന്റെ ഭാവന കൃത്യമായി അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടാകാം. കാളിദാസനെ അല്ല, ലഭ്യമാകുന്ന മറ്റ് ചരിത്ര വസ്തുതകളുടെ പിൻബലത്തോടെയാകണം ഇതിവൃത്തം സ്വീകരിച്ചത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഈ രീതിയിൽ ചരിത്രത്തോട് കൃത്യമായി നീതി പുലർത്തുക എന്ന നിഷ്കർഷയോടുകൂടിയാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്ത ഘടന തയ്യാറാക്കിയിട്ടുള്ളത് എന്നത് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയമാണ്. സങ്കേതങ്ങളിലെ കൂട്ടിച്ചേർക്കലാണ് എടുത്തു പറയേണ്ട മറ്റൊന്ന്. ഒന്ന് ഞാൻ പറഞ്ഞു, ഈ മർമ്മതാളം പോലെ കഥകളിക്ക് അന്യമായ താളഘടകങ്ങളെ, താളസ്വരൂപങ്ങളെ ഈ ആട്ടക്കഥയുടെ ഗാത്രത്തിലേക്ക് ഇണക്കുന്ന വിദ്യ. സമാനമായ രീതിയിൽ തന്നെയാണ് കുണ്ടനാച്ചി താളം. മർമ്മതാളത്തിൽ ഒരാട്ടം മാത്രമല്ല, ഒരു പദം ഇവിടെ നിബന്ധിച്ചിട്ടുണ്ട്. മർമ്മതാളത്തിൽ പദം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്പ്യാര് പിൻപറ്റിയ അതേ ഗണഘടനാ മാതൃകയാകും ചിത്രനും പിൻപറ്റുക എന്ന് ധരിച്ചെങ്കിൽ തെറ്റ്. വർദ്ധിതതരധവള ഹിമാചല സന്നിഭ തുംഗശരീരൻ എന്നൊക്കെ രീതിയിൽ അജകര ഗമനം എന്നയാറ് പേരിട്ട് ലക്ഷണം എഴുതിയ ആ വൃത്തഘടനയിലേ അല്ല, കുറെ കൂടി നമുക്ക് പരിചയമുള്ള കിരാത വൃത്തത്തിൽ കടമനിട്ട് ഉപയോഗിക്കുന്ന ആ താളഘടനയൊക്കെ പിൻപറ്റിക്കൊണ്ടാണ് മർമ്മത്താളം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കഥകളിയിൽ മുമ്പ് കണ്ടിട്ടുള്ളതല്ല എന്ന് പറയാം. എന്നാൽ കുണ്ടനാച്ചി താളം അത് നമ്പ്യാർ ഉപയോഗിച്ച അതേ താള മാതൃക പിൻപറ്റിക്കൊണ്ട്, നമ്പ്യാരെന്ന് ഞാൻ പറയുന്നത് കുഞ്ചൻ നമ്പ്യാരെ തന്നെയാണ്, ഇത്തരം താളവൈവിധ്യങ്ങളെ മലയാളിക്ക് പരിചയപ്പെടുത്തിയത് തീർച്ചയായും നമ്പ്യാർ തന്നെയാണല്ലോ. മർമ്മതാളത്തിൽ അജകരഗമനമല്ല എന്ന് ഞാൻ പറഞ്ഞു. അതിലൊരു വരി ഇങ്ങനെയാണ്: ബഹുയോഗ്യം ജന്മം ഭവതാം ഭഗതുല്യാശനപരരെ. ആ വരിക്ക് തന്നെ നമുക്ക് കൃത്യമായിട്ട് തോന്നും ഒരു കിരാതവൃത്തത്തിലെ
കാട്ടാളൻ കരളിൽ നുറുങ്ങിയ നട്ടെല്ലു നിവർന്നെഴുന്നേറ്റു ചുരമാന്തി എഴുന്ന കരുത്തിൻ തിരമാലകൾ ചീറിയലച്ചു. അതേ താളഘടനയിൽ അതേപോലെ മാത്രാവിന്യാസ വ്യവസ്ഥയോടുകൂടി മർമ്മതാളത്തിൽ അനായാസമായി അതിമനോഹരമായ വരികൾ വാർന്നു വീഴുന്നത് കൗതുകം തോന്നിക്കുന്ന ഒരു ഘടകമാണ്. പ്രധാനമായി ശ്ലോകങ്ങളിൽ ഇദ്ദേഹം അവലംബിക്കുന്ന സംസ്കൃത ഭാഷയാണ്. എന്തിനാണ് അങ്ങനെ സംസ്കൃതം എന്ന് സംശയം തോന്നാം. ബുദ്ധനെ കുറിച്ച് തന്നെ അങ്ങനെ ഒരു ശകാരമുണ്ടല്ലോ. അദ്ദേഹം പാലി ഭാഷയിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ എഴുതിയതാണ് അദ്ദേഹത്തിന് പറ്റിയ ആപത്ത് എന്ന്. അതേപോലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിക്കൂടെ എന്ന ചോദ്യത്തിന് ഞാൻ കണ്ടെത്തുന്ന ഉത്തരം, ഇത് കഥകളിയുടെ രാഗമാനതയോടെ ഇണങ്ങുന്ന ഭാഷാവ്യവസ്ഥ പിൻപറ്റിക്കൊണ്ട് തന്നെ രചന നിർവഹിക്കണമെന്ന നിഷ്കർഷ തന്നെയായിരിക്കണം. ഒരു അന്യവൽകൃത ഭാഷ തീർച്ചയായും നാട്യധർമ്മിത പിൻപറ്റുന്ന ഒരു കലാരൂപത്തിൻ്റെ ആവിഷ്കാര പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാവേണ്ടത് തന്നെയാണ്. അതിവാക്യ ക്രിയോവേദം അതിസാത്വ അതിഭാവകം. സാധാരണ വർത്തമാനം പറയുന്ന ഭാഷ ഉപയോഗിച്ചാൽ ഈ സെലസ്റ്റിയലായ അഭൗമമായ സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കുക അസാധ്യമായി തീരും. അപ്പോൾ അത് അന്യവൽകൃതമാകുന്നൊരു ഭാഷ എന്ന രീതിയിലാകണം തീർച്ചയായും സംസ്കൃതത്തെ കണക്കറ്റ് പിൻപറ്റിക്കൊണ്ടാണ് ഇതിൽ ശ്ലോകരചനയെങ്കിൽ സമാനമായ രീതിയിൽ ആ ക്ലാസിക്കൽ നിയോ ക്ലാസിക്കൽ കാലഘട്ടത്തിൻ്റെ മണിപ്രവാള ഭാഷ അതിൻ്റെ സ്നിഗ്ധതയോടും മുഗ്ധതയോടും അതിൻ്റെ മനോഹാരിതയോടും തന്നെ ഇവിടെ പുനരാവിഷ്കരിക്കപ്പെട്ടിരിക്കുകയാണ് മണിപ്രവാള ഭാഷ. ഭാഷ ഉപയോഗിക്കുക മാത്രമല്ല, ഇതൊരു ഗേയസുഭഗത എന്നതൊരു ആട്ടക്കഥയുടെ പ്രയുക്തതയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. ആലാപന സുഭഗങ്ങളായ പദങ്ങൾ ഉണ്ടാവുക എന്നതൊരു കഥകളി പോലെയുള്ളൊരു കലാരൂപത്തിന് ആവശ്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഗേയസുഭഗത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശബ്ദ സൗഷ്ഠവം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ശബ്ദ ആലങ്കാരങ്ങൾ. പഴയ ഭാഷയിൽ പറയുകയാണെങ്കിൽ യമകം, പ്രാസം, അനുപ്രാസം തുടങ്ങിയ ശബ്ദ അലങ്കാരങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ശ്ലോകങ്ങളും അതേപോലെ പദങ്ങളും പലപ്പോഴും രചിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ. ഇപ്പം രാജാധിരാജ എന്നൊരാരംഭിക്കുന്ന വസന്തലകമൃത്തത്തിലൊരു ശ്ലോകം 4 വരിയിലും രാജ എന്ന ആ വാക്ക് ആവർത്തിക്കപ്പെടുന്നു യമക ഭംഗിയോടുകൂടി 4 അർത്ഥത്തിൽ തന്നെ. മഹാശയൻ ഭൂപതി മല്ലികാഖ്യയാം എന്ന് തുടങ്ങുന്ന ശ്ലോകമുണ്ട്. അവിടെ മഹാ എന്ന ശബ്ദം ഈ അർത്ഥവൈദ്യത്തോടുകൂടി 4 പാദങ്ങളിലും ആവർത്തിക്കുന്നത് കാണാം. ദ്വിജപതി ശ്രുതി, വേറൊരു ശ്ലോകം ദ്രുതവിളംബിതം വൃത്തം. ദ്രുതവിളംബിതം വൃത്തം എന്ന വൃത്തത്തിൻ്റെ തന്നെ സവിശേഷത യമക പ്രയോഗങ്ങൾക്ക് വേണ്ടി മഹാകവികൾ നിബന്ധിക്കുന്ന ഒരു സർഗം ദ്രുതവിളംബിതം. ആ ദ്രുതവിളംബിതം ഏറ്റവും കൂടുതൽ യമക പ്രധാനമായി തന്നെയാണ്. അതാണുള്ള ശരണമേവനുമേ കരുതൊന്നുകിൽ തരണമാരണമാരണമാരണം എന്നൊക്കെ ഉള്ളൂര്. ആ യമക ഭംഗിയാണ് ദ്രുതവിളംബിതം വൃത്തത്തിൻ്റെ മനോഹാരിതയെങ്കിൽ യമക പ്രൗഢിയോടുകൂടി ദ്വിജപതി ശ്രുതി, ആ ദ്വിജ എന്ന ശബ്ദത്തിന് 4 അർത്ഥങ്ങൾ തന്നെ പ്രയോഗിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ശ്ലോകം നിബന്ധിച്ച് കാണാം. ഈ ശബ്ദാലങ്കാരങ്ങളുടെ ഈ സമൃദ്ധി ശ്ലോകരചനയിൽ മാത്രമല്ല പലപ്പോഴും പദങ്ങളിലും അതേപോലെ ആവർത്തിക്കുന്നതും ഈ ഗേയ സുഭഗത മുൻനിർത്തിക്കൊണ്ട് തന്നെയാകണം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ധന്യ, സമ്മാന്യ, കന്യ. നമുക്കൊരു പക്ഷെ കൃമിരോഗത്തിൽ അന്യം പ്രതിനിജ ദൈന്യം ചൊൽവതു സാമാന്യം എന്നുള്ള പദത്തേക്ക് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കോട്ടയത്ത് തമ്പുരാൻ്റെ രചനാരീതിയുടെ മനോഹാരിതകളെ എങ്ങനെയെല്ലാം പുനഃസൃഷ്ടിക്കാമെന്ന് ഗവേഷണം നടത്തി കണ്ടുപിടിച്ച് പകർത്തിയതുപോലെ തോന്നിക്കുന്ന ധാരാളം വരികൾ ഇതിനകത്ത് നമുക്ക് നിർദ്ധാരണം ചെയ്തെടുക്കാനാവും. വേദപാരംഗത പ്രജ്ഞരെ എന്നാരംഭിക്കുന്ന മറ്റൊരു പദം കൃത്യമായി വയസ്കരാര്യമൂസിൻ്റെ രചനാ മികവ് അതിലെങ്ങനെ പ്രതിഫലിക്കുന്നതായി നമുക്ക് തോന്നാം. സമാനമായ രീതിയിൽ തന്നെ ജയരുചിര കനകാദ്രിസാനോ എന്ന പദത്തിൻ്റെ ഛായയിൽ അതേ ഗണഘടനാ മാതൃകയിൽ അതേ താളഘടനയിൽ ഒരു പദം ഇവിടെയും നമുക്ക് കാണാം. യാദൃശ്ചികമായി സംഭവിച്ചതാണോ എന്നറിയില്ല. കൗതുകരമായി തോന്നിയ 2 ഉദാഹരണങ്ങൾ കൂടി ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ.
കാരുണ്യാമൃതം തൂകും എന്നാരംഭിക്കുന്ന ഒരു സ്തുതിഗീതത്തോടെയാണ് ആട്ടക്കഥ ആരംഭിക്കുന്നത്. അപ്രകാരമുള്ള ബുദ്ധദേവനെ പ്രണമിക്കുന്നു എന്ന അർത്ഥം വരുന്നൊരു സ്തുതി ഗീതം കൃത്യമായി ഘനസംഘം ഇടയുന്ന എന്ന കളമ്പാട്ടിൻ്റെ ആ മാതൃക ഇവിടെ പുള്ളുവർക്കൂടവും ചെണ്ടയ്ക്കും മദ്ദളത്തിനും പുറമെ അത്തരം ഉപകരണങ്ങളും ഉത്തരേന്ത്യൻ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാൻ അറിയാതെ ആഗ്രഹിച്ചു പോയി ഒരു നന്ദുറിന് കൂടി ചേർത്താൽ അത്ര കൃത്യമായി ആ കേശാതിപാദം വർണ്ണിക്കുന്ന സമയത്ത് കളം വരച്ച് കുറിപ്പ് പാടുന്ന പാട്ടിൻ്റെ ആ ഈരടിയുടെ ഘടനാ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് ആദ്യത്തെ ആ സ്തുതി ഗീതം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഭുല്ലദീപ്തി എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട്. അതിൽ ബ്രാഹ്മണർ ഈ പസേ നദിയുടെ സമീപത്തേക്ക് എത്തി എന്നാണ് ശ്ലോകത്തിലെ ആശയം. വല്ലഭാസഹിതനായിരിക്കുന്ന പസേ നദിയുടെ സമീപത്തേക്ക് എത്തി. വല്ലഭയുടെ പേര് മല്ലിക എന്നാണ്, വൃത്തവും മല്ലികയാണ്. മല്ലിക വൃത്തത്തിൽ ഈ മല്ലിക സമീപത്തെത്തി എന്ന് പറയാൻ ആ വൃത്തം ഉപയോഗിക്കുക. ഇത്തരം തന്ത്രങ്ങളും കൗതുകകരമായി നമുക്ക് തോന്നും. അതേപോലെ പദങ്ങളിൽ ഉപയോഗിച്ച താളഘടന, ഇതൊരു പക്ഷേ കോട്ടയത്ത് തമ്പുരാന് ശേഷം ആട്ടക്കഥകൾ എഴുതിയ പലരും പിൻപറ്റിയിട്ടില്ലാത്ത ഒരു നിഷ്കർഷയാണ്. ചെമ്പതാളത്തിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഹ്രസ്വമായ രൂപം ഗണം തിരിച്ചു പരിശോധിച്ചാൽ അതിനകത്ത് ഒരു കാകളി ഘടന കോട്ടയത്ത് തമ്പുരാൻ്റെ രചനയാണെങ്കിൽ കണ്ടിരിക്കും. ചെമ്പടതാളമാണെങ്കിൽ അതൊരു തരങ്കിണി ഘടന, അല്ലെങ്കിൽ 7 മാത്രയുടെ വിന്യാസം അടന്തയിലുള്ള താളഘടനയിലുള്ള പദങ്ങൾക്ക് തമ്പുരാൻ കാണിച്ച അതേ നിഷ്കർഷയോടുകൂടി ആധുനിക കാലത്ത് ഒരു ആട്ടക്കഥ എഴുതിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു പക്ഷെ നമുക്ക് ലഭിച്ച മാതൃക ഇതായിരിക്കും എന്ന് പറയേണ്ടി വരും. ചെമ്പയില്, ചെമ്പടയില്, മുറിയടന്തയിലൊക്കെയുള്ള പദങ്ങൾക്ക് ഏറ്റവും കുറുക്കി ചൊല്ലുമ്പോൾ പോലും അതിൻ്റെ ആ താളാശ്രിതത്വം അനുഭവപ്പെടുന്ന രീതിയിൽ അതിൻ്റെ ഗണഘടനയോടുകൂടി ആ വരികൾ എഴുതാനുള്ള കൃതഹസ്തത ചിത്രൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ വിരുദ്ധം എന്നോ വ്യത്യസ്തമെന്നോ തോന്നിയ ഒരേ ഒരു ഉദാഹരണം ഭൂപതേ ഗുണനിധേ എന്ന് ഒരു പദമുണ്ട് ഇതിനകത്ത്. സന്ദർഭം ഞാൻ പറയുന്നില്ല. ഇത് ചെമ്പട താളത്തിൽ എന്നാണ് പുസ്തകത്തിൽ എഴുതി കണ്ടത് ചിത്ര. ഈ 7 മാത്രയുള്ള ഏകാഘടന തമ്പുരാൻ ഉപയോഗിച്ച് 14 മാത്രമുള്ള താളങ്ങൾക്കാണ്. ഇത് അടന്തയിൽ ചൊല്ലാൻ ചിത്രൻ എഴുതിയതും വിനോദൻ്റെയോ ഷൺമുഖൻ്റെയോ വീശപ്പിള്ളിയുടെയോ രംഗക്രിയ നിർവഹിക്കുന്ന ഘട്ടത്തിൽ അത് ചെമ്പടയായി പരിണമിച്ചതും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരെണ്ണേ താളത്തിലല്ലാതെ മറ്റൊരു താളഘടനയോട് കൂടിയൊരു പദം കണ്ടുള്ളൂ. യഥാർത്ഥത്തിലൊരു അത്ഭുതമാണത്. ഈ രീതിയിൽ അരങ്ങും രണ്ടും ഒരുപോലെ അറിയുന്ന ആ കൈത്തഴക്കത്തിനെ ആ താളഘടനയോടുകൂടി താളത്തിന് യോജിക്കുന്ന, മുദ്രയ്ക്ക് കൂടി യോജിക്കുന്ന രീതിയിൽ വാക്കുകളോട് കൂടി ആട്ടക്കഥയ്ക്ക് വേണ്ട പദങ്ങൾ എഴുതാനാവും. ആ കൃതഹസ്തതയ്ക്ക് കൃത്യമായ ഉദാഹരണങ്ങൾ, രചനയുടെ മികവിന് എടുത്തു പറയാവുന്ന ഉദാഹരണങ്ങൾ സമൃദ്ധമായി വേറെയുമുണ്ട്. ചണ്ടാംശു വംശഗുണ ഭണ്ഡാരഭൂപഹൃതി ചണ്ടാലജാപരം ക്ഷോണീന്ദ്രപത്നിക്കു സമശിഷ്ടതയോടെ ആകാശം വരെ ഉയർന്നു നിൽക്കാവുന്ന പ്രൗഢിയോടുകൂടിയ ഒരു ദണ്ഡകത്തിൻ്റെ രചന. ആ ദണ്ഡകം ഈ കഥയെ ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു ഡ്രമാറ്റിക് ഡിവൈസ് ആയിട്ട് കൂടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ഒരു നാടക തന്ത്രമായിട്ട് കൂടിയാണ്. അരങ്ങിലത് എങ്ങനെയാണ് സഫലമായി പ്രവർത്തിക്കുക എന്നത് അരങ്ങ് കണ്ടാലേ 100% ബോധ്യപ്പെടുള്ളൂ. പക്ഷേ അവിടെ ഒരു ദണ്ഡകത്തിലൂടെയാണ് കഥ ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ ഭിക്ഷുണികളെയും സ്വീകരിക്കപ്പെടുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റു പലരും ഭിക്ഷുണികളായി എത്തിയിട്ടുണ്ട്. സമീപകാലത്ത് മാതങ്കി എന്നൊരു സ്ത്രീയും എത്തിയിട്ടുണ്ട് എന്ന് ആനന്ദിൻ്റെ വാക്കുകളെ തുടർന്ന് തൂമ തേടുന്ന പാള കിണറ്റിലിട്ട് ഓമൽ കയ്യാൽ കയറ് വലിച്ച് കോമളാങ്കി നീർകോരുന്ന ഭൂതകാലത്തിലേക്ക് കഥ പടർന്ന് പിന്നോക്കം പോവുകയാണ്. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കായിട്ട് കഥ അവതരിപ്പിക്കുന്ന രീതി കഥകളിയിൽ ഒരു പക്ഷേ
ഇത് ആദ്യത്തേത് തന്നെയാകും എന്നെനിക്ക് തോന്നുന്നു. ആ ഭൂതകാലത്തിലേക്ക് കഥ സംക്രമിപ്പിക്കാനുള്ളൊരു തന്ത്രമായാണ് ഇവിടെ ദണ്ഡകത്തെ ഉപയോഗിക്കുന്നത് പോലും. പുതിയ രാഗങ്ങൾ നിരവധി ഉപയോഗിച്ചിരിക്കുന്നു. മധ്യമശ്രുതിയിൽ പന്തുവരാളി, അതുപോലെ മധ്യമശ്രുതിയിൽ കാപ്പി, അങ്ങനെയുള്ള പ്രയോഗങ്ങൾക്ക് പുറമെ ലവങ്കി, രേവകുപ്രി എന്ന് തുടങ്ങി കഥകളിക്ക് ധാരാളം പരിചയമില്ലാത്ത പുതിയ കാലത്ത് ഗായകർ പാടി നിറച്ചിട്ടുണ്ടെങ്കിൽ പോലും എഴുതപ്പെട്ട ആട്ടക്കഥകളിൽ ആരും നിർദ്ദേശിച്ചിട്ടില്ലാത്ത രാഗങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രചന നടത്തിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കഠിനാധ്വാനത്തിൻ്റെ സദ്ഫലമാണ് ഈ രചന എന്ന് പറയേണ്ടി വരും. ഉള്ളടക്കത്തെ നിർണയിക്കുന്നതിന് വേണ്ടിയുള്ള ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ കാലം ഒന്ന്, ഓരോ പദങ്ങളെയും ഇതേപോലെ സൂക്ഷ്മമായി താളാശ്രിതമായും രാഗാശ്രിതമായും അതിലുമുപരി ഇതിൻ്റെ ആകമാനതയോട്, കഥകളിത്തം എന്ന ആ മൗലികമായ ഗുണസമ്പന്നതയോട് ഇണങ്ങുന്ന രീതിയിൽ നിർണയിച്ച് രചിച്ചെടുക്കുന്ന ക്ലേശകരമായ ദൗത്യം. ഇതിനൊക്കെ പുറമെ ആ പദഘടന ചിലപ്പോൾ ഇതൊരു ദോഷമായി ആരോപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗുണങ്ങൾ പറയുക മാത്രമല്ലല്ലോ, പദങ്ങളുടെ അർത്ഥം കണ്ടുപിടിക്കാൻ ഏറെ ക്ലേശിച്ചു പോയി എന്നുള്ളത് പറയാതിരിക്കാനാവില്ല. നമ്മുടെ ഭാഷാപരമായ വിവരക്കുറവിന് ഗ്രന്ഥകർത്താവിനെയാണോ പഴിചാരേണ്ടത് എന്ന് സംശയമില്ലായകയില്ല. പലപ്പോഴും പ്രസിദ്ധമായ അർത്ഥമല്ല അവിടെ അർത്ഥം. ഇപ്പോൾ വാസിതം എന്ന് കേട്ടാൽ സുവാസിതം, നല്ല ഗന്ധമുള്ളത് എന്ന അർത്ഥമെടുക്കാനാണ് തോന്നുക. ആ അർത്ഥത്തോട് ആ ശ്ലോകത്തിൻ്റെ മൊത്തം ഒരു താല്പര്യം അന്വേഷിക്കുമ്പോൾ എവിടെയും കൂട്ടിമുട്ടാതിരിക്കുമ്പോൾ ചിത്രൻ അത് താഴെ എഴുതിയിട്ടുള്ള അർത്ഥത്തെ ആശ്രയിക്കുകയാണ്. അപ്പോഴും ബോധ്യമാവുന്നില്ല, ശബ്ദതാരാവലി പരതുകയാണ്. അങ്ങനെ ഒരു അർത്ഥം ആ വാക്കിനുണ്ടോ? അഹിംസ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, അവിടെ അവിഹിംസ എന്നാണ് പറയുക. അപ്പം ആ വാക്കിന് ഇതാണ് അർത്ഥം എന്ന് മനസ്സിലാക്കാൻ വീണ്ടും ശ്രീകണ്ഠേശ്വരത്തെ സഹായം തേടി പോകേണ്ടി വരികയാണ്. അസിപത്ര വനത്തിൽ ഈ ബ്രാഹ്മണരെ ദ്രോഹിച്ചാൽ അതിനുള്ള ശിക്ഷ നരകത്തിലൊരു പ്രത്യേക സ്ഥലമുണ്ട്, അസിപത്ര വനം. ആ പൗരാണിക ബോധ്യത്തോടു കൂടി വേണം ഈ ആട്ടക്കഥയിലേക്ക് പ്രവേശിക്കാൻ എന്ന് വരുമ്പോൾ കളിക്കുന്നവരെക്കാൾ ഏറെ ക്ലേശിച്ച് ഗൃഹപാഠം ചെയ്ത് ഉറപ്പിച്ച് അധ്വാനിച്ചിട്ട് വേണം കളി കാണാൻ വരിക എന്നൊരു പുതിയ ഉത്തരവാദിത്വം പ്രേക്ഷകന് നൽകുക കൂടിയാണ് ചിത്രം ചെയ്യുന്നത് എന്ന് തോന്നും. മോടകാവൃതം എനിക്ക് മനസ്സിലായില്ല, അതെൻ്റെ ഭാഷാപരമായ ഉൽപ്പത്തിക്കുറവാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഇത്തിൽ കണ്ണി എന്നാണ് ആ വാക്കിനർത്ഥം. ഇതുപോലെ അപൂർവങ്ങളായ വാക്കുകളെ കണ്ടമാനം ഉപയോഗിച്ച് ഒരു പക്ഷേ ഈ രചനയുടെ ഭാഗമായി സ്വാഭാവികമായി വന്നു പോകുന്നതാകും. അത്തരം വാക്കുകളെ, സർവ്വസാധാരണങ്ങളല്ലാത്ത പദപ്രയോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഒരു ദോഷമാണെന്ന് പറയുകയാണെങ്കിൽ ആ ദോഷം ഒഴികെ മറ്റൊരു ദോഷവും ആരോപിക്കാനില്ലാത്ത രീതിയിൽ വിശിഷ്ടമായ രീതിയിൽ തന്നെ ഒരു ആട്ടക്കഥ ഇവിടെ പിറന്നു വീഴുകയാണ്. ഗ്രന്ഥകർത്താവിന് അഭിനന്ദനങ്ങൾ എന്ന് ഒരു വാക്കിൽ പറഞ്ഞാൽ പോരാ, സാഷ്ടാംഗ ദണ്ഡ നമസ്കാരത്തോടു കൂടിയുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ആട്ടക്കഥയ്ക്ക് ശ്രേയസ്സും ആയുസ്സും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.